ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയ് ജീവനൊടുക്കിയത് കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദം കാരണമായിരുന്നു. അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു? മരണത്തിൽ നിർണായകമായ ചില തെളിവുകൾ പുറത്തുവരുന്നുണ്ട്. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ ഓഫീസ് മുറിയിൽ നിന്നും കണ്ടെടുത്ത ഡയറി കുറിപ്പിലുണ്ടെന്നാണ് വിവരം. ഇതിൽ കുടുംബത്തോടും ജീവനക്കാരോടുമുള്ള ക്ഷമാപണവും ബിസിനസ് അനന്തരാവകാശി ആരെന്ന വിവരവും പരാമർശിക്കുന്നുണ്ട്. അതേസമയം റോയിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ചു. നാടിനെയാകെ നടുക്കിയതാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് മേധാവി CJ റോയ് ജീവനൊടുക്കിയ സംഭവം. ബംഗളൂരുവിലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഓഫീസിൽ ആദായ നികുതി വകുപ്പിന് റെയ്ഡ് നടക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് റോയ് ആത്മഹത്യ ചെയ്യാൻ മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നതായി സംശയമുയർന്നിരിക്കുന്നത്. മരണത്തിനു മുമ്പ് അദ്ദേഹം തയ്യാറാക്കി വെച്ചിരുന്ന 9 പേജുകളടങ്ങിയ കുറിപ്പാണ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചത്. വിദേശ നിക്ഷേപങ്ങളിൽ തിരിച്ചടി നേരിട്ടിരുന്നുവെന്ന വിവരം കുറിപ്പിലുണ്ട്. കുടുംബാംഗങ്ങളോട് മാപ്പ് ചോദിച്ച് തയ്യാറാക്കിയ കുറിപ്പിൽ ഈ തിരിച്ചടികളെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചിട്ടുള്ളതായാണ് സൂചന. പരിശോധനയുമായി ബന്ധപ്പെട്ട് നേരിട്ട സമ്മർദ്ദങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന നിർദ്ദേശങ്ങളും കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നു. തന്നെ വിശ്വസിച്ച നിക്ഷേപകരെ ഒരു ഘട്ടത്തിലും കൈയൊഴിയരുതെന്നും റോയ് ആവശ്യപ്പെട്ടിട്ടുള്ളതായാണ് വിവരം. ഡയറി കുറിപ്പുകൾ SIT സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. വൈകാരികമായ ചില കാര്യങ്ങളും കുറിപ്പിലുണ്ടെന്നാണ് സൂചന. കുടുംബാംഗങ്ങളുടെയും സ്ഥാപനത്തിലുള്ളവരുടെയും അടക്കം വിശദമായ മൊഴിയെടുക്കുന്നതോടെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് റോയ് ജീവനൊടുക്കിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്നാൽ മരണത്തിന് തൊട്ടുമുമ്പ് റോയിയും റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരും തമ്മിൽ വഴക്കോ തർക്കമോ ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസ് നിഗമനം. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളടക്കം വിശദമായി പരിശോധിച്ചിരുന്നു. ആദായ നികുതി വകുപ്പ് ജോയിന്റ് ഡയറക്ടറെ അടക്കം SIT ചോദ്യം ചെയ്യുന്നുണ്ട്. റോയിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ. ഇവരുടെ വിശദമായ മൊഴി SIT വീണ്ടും രേഖപ്പെടുത്തും. കൊച്ചിയിൽ നിന്ന് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരോട് ബംഗളൂരു വിടരുതെന്ന് രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോയിയുടെ മൊബൈൽ ഫോണുകളും അന്വേഷണ സംഘം പരിശോധിക്കും. മറ്റെവിടെ നിന്നെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നുവെന്നും അന്വേഷിക്കുന്നുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആസ്ഥാന ഓഫീസിൽ ഉദ്യോഗസ്ഥർ പലതവണ പരിശോധന നടത്തിക്കഴിഞ്ഞു. സംഭവം പുനരാവിഷ്കരിക്കാനും ആലോചിക്കുന്നുണ്ട്. CJ റോയ് ബംഗളൂരുവിൽ ചികിത്സ നേടിയിരുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ആദായ നികുതി റെയ്ഡുമായി ബന്ധപ്പെട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് കോടതിയിൽ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നു. റെയ്ഡ് നടപടികൾക്കെതിരെ നൽകിയ ഹർജി CJ റോയ് 2 ദിവസത്തിന് ശേഷം പിൻവലിച്ചിരുന്നു. ഹർജി പിൻവലിക്കാനുള്ള അപേക്ഷ പരിഗണിച്ചാണ് കർണാടക ഹൈക്കോടതി കേസ് തീർപ്പാക്കിയത്. വിശദമായ വാദത്തിനു മുമ്പേ ഹർജി പിൻവലിച്ചത് എന്തിനാണെന്ന് വ്യക്തമല്ല. ന്യൂസ് 18 ബംഗളൂരു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.